ശ്രീമന്നാരായണീയം ദശകം 13 ഹിരണ്യാക്ഷവധം. 11-ാമത്തെ ദശകത്തിൽ വരുണദേവനിൽ നിന്ന് ഭഗവാനെ കുറിച്ചറിഞ്ഞ് ആ ഭഗവാനെ തേടി നടക്കുന്ന ഹിരണ്യാക്ഷനെ നമ്മൾ കണ്ടിരുന്നു. ആ ഹിരണ്യാക്ഷന്റെ സമീപത്തേക്ക് ദേവർഷി നാരദൻ എത്തുകയും തുടർന്ന് ഹിരണ്യാക്ഷന്റെ വധവുമാണ് ഈ ഒരു ദശകത്തിലെ ഉള്ളടക്കം. 1-ാമത്തെ ശ്ലോകം: ഹിരണ്യാക്ഷം താവദ്വരദ ഭവദന്വേഷണപരം ചരന്തം സാംവർത്തേ പയസി നിജജംഘാപരിമിതേ ഭവദ്ഭക്തോ ഗത്വാ കപടപടുധീർനാരദമുനി ശനൈരൂജേ നന്ദൻ ധനുജമഭിനിന്ദം തവ ബലം. ഹിരണ്യാക്ഷം താവത് വരദ ഭവദന്വേഷണപരം ചരന്തം സാംവർത്തേ പയസി നിജജംഘാപരിമിതേ ഭവദ്ഭക്തഃ ഗത്വാ കപടപടുധിഃ നാരദമുനി ശനൈഃ ഊജേ നന്ദൻ ധനുജം അഭി നിന്ദം തവ ബലം. താവത് വരദ, അല്ലയോ വരദായകനായ പ്രഭോ, അങ്ങ് മായാവരാഹരൂപിയായി അവതരിച്ച് ഭൂമിയെ പാതാള ലോകത്തു നിന്നും ഉയർത്തിക്കൊണ്ടുവരുന്ന ആ അവസരത്തിൽ ഭവദ്ഭക്തഃ, ഭഗവാന്റെ ഭക്തനും കപടപടുധിഃ, കാപട്യത്തിൽ അതിസമർത്ഥനുമായ നാരദമുനി, ആ നാരദ മഹർഷി, ഭവദന്വേഷണപരം, ഭഗവാനെ അന്വേഷിച്ച് ചരന്തം ഓടി നടക്കുകയാണ്, ഗദയുമായിട്ട് അങ്ങനെ ഓടി നടക്കുകയാണ്. എവിടെയാ വിഷ്ണു എന്ന് നോക്കി ഓടി നടക്കുകയാണ്. അങ്ങനെ ആ ഹിരണ്യാക്ഷന്റെ സമീപത്ത് ഗത്വാ എത്തിച്ചേർന്നു. സാംവർത്തേ പയസി നിജജംഘാപരിമിതേ, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ കണങ്കാൽ പൊക്കം മാത്രം പര്യാപ്തമായിട്ടുള്ള ആ കാരണജലത്തിൽ ഹിരണ്യാക്ഷൻ ഭഗവാനെ അന്വേഷിച്ച ഗദ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടിച്ചോടി നടക്കുകയാണ്. അവന്റെ സമീപത്തേക്കാണ് നാരദ മഹർഷി എത്തിയത്. ഹിരണ്യാക്ഷന്റെ സമീപത്തെത്തിയിട്ട് ശനൈ ഊജേ നന്ദൻ ധനുജം, ഇത്രയും രഹസ്യമായിട്ട് ഹിരണ്യാക്ഷനെ വളരെയധികം പ്രശംസിച്ചുകൊണ്ട് അപി, എന്നാൽ നിന്ദം തവബലം, അല്ലയോ പ്രഭു, അങ്ങയെ കുറിച്ച് വളരെയധികം നിന്ദിച്ചും സംസാരിച്ചു. ഹിരണ്യാക്ഷൻ അത്രമാത്രം കോപത്തോടെ ഭഗവാനെ അന്വേഷിച്ച് നടക്കുകയാണ്. ഹിരണ്യാക്ഷന്റെ ശത്രുവായിട്ടുള്ള ഭഗവാനെ കുറിച്ച് വളരെയധികം വിമർശിച്ചും സംസാരിച്ചു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ഹിരണ്യാക്ഷം താവദ്വരദ ഭവദന്വേഷണപരം ചരന്തം സാംവർത്തേ പയസി നിജജംഘാപരിമിതേ ഭവദ്ഭക്തോ ഗത്വാ കപടപടുധീർനാരദമുനി ശനൈരൂജേ നന്ദൻ ധനുജമഭിനിന്ദം തവ ബലം. ശ്ലോകം 2. സമായാവി വിഷ്ണുർഹരതി ഭവദീയാം വസുമതിം പ്രഭോ കഷ്ടം കഷ്ടം കിമിതമിതി തേനാഭിഗദിത നദൻ ക്വാസൗ ക്വാസാവിധി സമുനിനാ ദർശിതപദോ ഭവന്തം സംപ്രാപദ്ധരണിധരമുദ്യന്തമുദഗാത്. സഹ മായാവി വിഷ്ണുർ ഹരതി ഭവദീയാം വസുമതി പ്രഭോ കഷ്ടം കഷ്ടം കിം ഇദം ഇതി തേന അഭിഗദിതഃ നദൻ ക്വാ അസൗ ഇതി സഹ മുനിനാ ദർശിതപദഃ ഭവന്തം സംപ്രാപദ്ധരണിധരം ഉദ്യന്തം ഉദഗാത്. സഹ മായാവി വിഷ്ണു, ഹിരണ്യാക്ഷന്റെ സമീപത്തെത്തി ഹിരണ്യാക്ഷനോട് പറയുകയാണ് നാരദ മഹർഷി, ആ മായാവിയായ വിഷ്ണു ഹരതി ഭവദീയാം വസുമതീം, അല്ലയോ ഹിരണ്യാക്ഷ, അങ്ങയുടെ ആ പ്രിയപ്പെട്ട വസുന്ധരയെ അപഹരിച്ചിരിക്കുന്നു. പ്രഭോ കഷ്ടം കഷ്ടം, പ്രഭു ഇതെന്തൊരു കഷ്ടമാണ്. കിം ഇതം, ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങ് ഇവിടെ ഉള്ളപ്പോ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാകാൻ പാടുള്ളതാണോ? ഇതി തേന അഭിഗദിതഃ, ഇപ്രകാരം ഹിരണ്യാക്ഷ നാരദ മഹർഷി പറഞ്ഞപ്പോൾ നദൻ വർദ്ധിച്ച കോപത്താൽ ക്വാ അസൗ, എവിടെയവൻ, എവിടെയാ വിഷ്ണു, ഇതി ഇപ്രകാരം ചോദിച്ചുകൊണ്ട് നദൻ സഹമുനിന, ആ നാരദ മഹർഷി ദർശിതപദഃ, കാട്ടിക്കൊടുത്ത ആ പാതയിലൂടെ ഭവന്തം സംപ്രാപദ്ധരണിധരം ഉദ്യന്തം ഉദഗാത്, ഭഗവാന്റെ സമീപത്തേക്ക് എത്തിച്ചേർന്നു. ഭഗവാൻ ആ സമയം ഭൂമിദേവിയെയും കൊണ്ട് സമുദ്രത്തിന്റെ ഉപരിഭാഗത്തേക്ക് ഇങ്ങനെ ഉയർന്നു വരുന്ന ആ അവസരത്തിൽ ആ ഭാഗത്തേക്ക് ഹിരണ്യാക്ഷനെ കൂട്ടിക്കൊണ്ട് ചെന്നു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. സമായാവി വിഷ്ണുർഹരതി ഭവദീയാം വസുമതീം പ്രഭോ കഷ്ടം കഷ്ടം കിമിതമിതി തേനാഭിഗദിത നദൻ ക്വാസൗ ക്വാസാവിധി സമുനിനാ ദർശിതപദോ ഭവന്തം സംപ്രാപദ്ധരണിധരമുദ്യന്തമുദഗാത്. ശ്ലോകം 3.
അഹോ ആരണ്യോയം മൃഗ ഇതി ഹസന്തം ബഹുതരൈർദുരുക്തൈർവിദ്യന്തം ദിതിസുതമവജ്ഞായ ഭഗവൻ മഹീം ദൃഷ്ട്വാ ദംഷ്ട്രാ ശിരസി ചകിതാം സേനമഹസാ പയോധാവാധായ പ്രസവമുദയുങ്താമൃതവിധൗ. അഹോ ആരണ്യോയം ആരണ്യഃ അയം മൃഗം ഇതി ഹസന്തം. അഹോ ആരണ്യോയം മൃഗം ഇതി ഹസന്തം ബഹുതരൈർ ദുരുക്തൈർവിദ്യന്തം ദിതിസുതം അവജ്ഞായ ഭഗവൻ മഹീം ദൃഷ്ട്വാ ദംഷ്ട്രാ ശിരസി ചകിതാം സ്വേന മഹസാ പയോധൗ ആധായ പ്രസവമുദയുങ്താ മൃതവിധൗ. അഹോ കഷ്ടം, ആരണ്യോയം മൃഗം, ഇതൊരു ആരണ്യത്തിലെ മൃഗമല്ലേ, ഇതൊരു കാട്ടുമൃഗമല്ലേ. ഇതി ഹസന്തം, ഇപ്രകാരം പരിഹസിച്ചുകൊണ്ട് ബഹുതരൈഹി ദുരുക്തൈഹി, ആ ദുഷിച്ച വാക്കുകൾ അങ്ങനെ പറഞ്ഞു. ഇവനാണോ എനിക്ക് പറ്റിയ എതിരാളി, ഇതൊരു കാട്ടുമൃഗമല്ലേ ചോദിച്ച് ഭഗവാനെ വളരെയധികം പരിഹസിച്ചുകൊണ്ട് നിൽക്കുന്ന ദിതിസുതം, അതായത് ഹിരണ്യാക്ഷനെ അവജ്ഞായ ഭഗവൻ, അല്ലയോ ഭഗവാനെ അങ്ങ് അവഗണിച്ചുകൊണ്ട് ദംഷ്ട്രാശിരസി, തന്റെ തേറ്റയുടെ അറ്റത്തായിട്ട് ചകിതാം ഭയന്ന് ഇരിക്കുന്ന മഹീം ദൃഷ്ട്വാ, ഭൂമിദേവിയെ കണ്ടിട്ട്, ഭൂമിദേവി അങ്ങനെ ഭയന്ന് വിറച്ചിരിക്കുകയാണ്. സ്വേനമഹസ, തന്റെ ആ യോഗ വൈഭവത്താൽ, തന്റെ യോഗശക്തിയാൽ ആ ഭൂമിദേവിയെ പയോധൗ ആദായ, സമുദ്രത്തിന്റെ ഉപരിഭാഗത്തായിട്ട് അങ്ങനെ ഉറപ്പിച്ചു നിർത്തി. പ്രസവമുദയുങ്ത മൃതവിധൗ, പിന്നീട് ഭഗവാൻ ആ ഹിരണ്യാക്ഷനോട് യുദ്ധത്തിനായിട്ട് സന്നദ്ധനായി എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. അങ്ങനെ നാരദ മഹർഷി ഹിരണ്യാക്ഷനെയും കൊണ്ട് ഭഗവാന്റെ സമീപത്തെത്തിയപ്പോൾ ഭഗവാനെ കണ്ടപ്പോൾ ഹിരണ്യാക്ഷന് ആകെ ഇളിഭ്യതയാണ് ഉണ്ടായത്. അയ്യേ, ഇതെന്താണ്, ഒരു കാട്ടുമൃഗം, വരാഹരൂപത്തിലാണല്ലോ ഭഗവാൻ, ഈ കാട്ടുമൃഗമാണോ എനിക്ക് പറ്റിയ എതിരാളി എന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം ഭഗവാനെ അപഹസിച്ചു. അങ്ങനെ നിൽക്കുന്ന ഹിരണ്യാക്ഷനെ ഭഗവാൻ ഒന്ന് നോക്കി, എന്നിട്ട് അവജ്ഞയോടെ തന്നെ ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്തേച്ച് വരട്ടെ എന്നുള്ള ആ ഭാവത്തോടെ ആദ്യം മഹിയെ, ആ ഭൂമിദേവിയെ ഒന്ന് കടാക്ഷിച്ചു. ഭയന്ന് വിറച്ചിരിക്കുന്ന ഭൂമിദേവി തന്റെ തേറ്റയുടെ അറ്റത്തായിട്ടിരിക്കുന്നത് കണ്ട് ഭഗവാൻ അവളുടെ യഥാർത്ഥ സ്ഥാനത്ത് ഉറപ്പിച്ചവിടെ നിർത്തി. അതിനുശേഷം ഹിരണ്യാക്ഷനോട് യുദ്ധത്തിനായിട്ട് സന്നദ്ധനായി എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിൽ. അഹോ ആരണ്യോയം മൃഗ ഇതി ഹസന്തം ബഹുതരൈർദുരുക്തൈർവിദ്യന്തം ദിതിസുതമവജ്ഞായ ഭഗവൻ മഹീം ദൃഷ്ട്വാ ദംഷ്ട്രാ ശിരസി ചകിതാം സ്വേന മഹസാ പയോധാവാധായ പ്രസവമുദയുങ്താമൃതവിധൗ. ശ്ലോകം 4. ഗദാപാണൗ ദൈത്യേ ത്വമപി ഹി ഗൃഹീതോന്നതഗതോ നിയുദ്ധേന ക്രീഡൻ ഖഡഖഡരവോത്കുഷ്ടവിയതാ രണാലോകൗത്സുക്യാമിളതി സുരസംഘേ ദ്രുതമമും നിരുന്ധ്യാ സന്ധ്യാദ പ്രഥമമിതി ദാത്രാ ജഗദിശേ. ഗദാപാണൗ ദൈത്യേ ത്വം അപി ഹി ഗൃഹീത ഉന്നതഗദാ നിയുദ്ധേന ക്രീഡൻ ഖഡഖഡ രവ ഉത്കുഷ്ടവിയത രണ ആലോക ഔത്സുക്യാം ഇളതി സുരസംഘേ ദ്രുതം അമും നിരുന്ധ്യാഹ സന്ധ്യാദഃ പ്രഥമം ഇതി ദാത്ര ജഗദിശേ. ഗദാപാണൗ ദൈത്യേ, ഗദാപാണിയായിട്ടുള്ള ദൈത്യനും ഹി ഗൃഹീത ഉന്നതഗതഃ, ആ ഉന്നതമായി കൗമുദകി എന്ന ഗദയും ധരിച്ചുകൊണ്ട് നിയുദ്ധേന, യുദ്ധം ആരംഭിച്ചപ്പോൾ ക്രീഡൻ, ഹിരണ്യാക്ഷന്റെ കോപവും ആ വീറുമൊക്കെ കണ്ടിട്ട് ഭഗവാന് അതൊരു ക്രീഡയായിട്ടൊരു കളിയായിട്ടാണ് തോന്നിയത് എന്ന് പറയാം. അതാണ് വളരെ ആഘോഷമായിട്ട് തന്നെ ആ യുദ്ധം അങ്ങനെ നടന്നു. അതൊരു ദ്വന്ദ്വ യുദ്ധമായിരുന്നു, രണ്ടുപേരും തമ്മിലുള്ള ഗദായുദ്ധമായിരുന്നു. അങ്ങനെ ആ ഗദായുദ്ധത്തിൽ ഖഡ രവ ഉത്കുഷ്ടവീയത, ആ ഗദകൾ തമ്മിൽ അങ്ങനെ കൂട്ടിമുട്ടുന്നതിൻ്റെതായിട്ടുള്ള ആ ശബ്ദം, അങ്ങനെ ഖഡ എന്നുള്ള ആ ശബ്ദം, അങ്ങനെ അണ്ടകടാഹം നിറഞ്ഞു നിന്ന ആ ഖഡഖഡ ആരവത്തോടെ ആ യുദ്ധം അങ്ങനെ നടന്നുകൊണ്ടിരിക്കെ രണ ആലോക ഔത്സുക്യാം ഇളതി
സുരസംഘം. രണോത്സവം, ആ യുദ്ധം അവർക്കതൊരു ഉത്സവമായിരുന്നു. കാരണം ഹിരണ്യാക്ഷന്റെ മരണം അവരെല്ലാം ആഗ്രഹിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ യുദ്ധം അവർക്കൊരു ഉത്സവമാണ്. ആ ഒരു രണോത്സവം കാണുന്നതിനായിട്ട് എത്തിച്ചേർന്ന ആ ദേവന്മാരെല്ലാം അങ്ങനെ നിരന്നു. അപ്പോൾ ദ്രുതം പെട്ടെന്ന് സന്ധ്യയാകുന്നു എന്ന് കണ്ടിട്ട് ധാത്ര ബ്രഹ്മാവ് ഭഗവാനോട് അർത്ഥിക്കുകയാണ്. നമ്മൾ ഇതുപോലെ കാണാം, ഒരു യുദ്ധം കണ്ടുകൊണ്ടിരിക്കുകയല്ലയോ, അല്ലെങ്കിൽ ഒരു ഒരു കളി കണ്ടുകൊണ്ടിരിക്കുമ്പോഴോ കാണികൾക്കാണ് ആ ഒരു ഉത്സാഹവും അതിന്റെ ആ ഒരു വെപ്രാളവും ജയപരാജയത്തിന്റെ ആ ഒരു അമ്പരപ്പും ഒക്കെ അനുഭവിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ സന്ധ്യയാകുന്നു എന്ന് കണ്ട് ബ്രഹ്മാവ് ഭഗവാനോട് അപേക്ഷിക്കുകയാണ്, അല്ലയോ ഭഗവാനെ, സന്ധ്യയ്ക്ക് മുമ്പ് അവനെ വധിച്ചാലും. സന്ധ്യയാകുന്ന സമയത്തെ രാക്ഷസന്മാരുടെ ആ ശക്തി വർധനവുണ്ടാകുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ സമയത്തിന് മുമ്പ് വധിക്കൂ എന്ന് പറഞ്ഞത്. ആ ഒരു അസഹിഷ്ണുത പ്രകടിപ്പിക്കുകയാണ് എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ഗദാപാണൗ ദൈത്യേ ത്വമപി ഹി ഗൃഹീതോന്നതഗതോ നിയുദ്ധേന ക്രീഡൻ ഖടഖടരവോത്കുഷ്ടവിയതാ രണാലോക ഉത്സുക്യാമിളതി സുരസംഖ്യേ ദ്രുതമമും നിരുന്ധ്യാ സന്ധ്യാദ പ്രഥമമിതി ദാത്ര ജഗദിഷേ. ശ്ലോകം 5. ഗതോന്മർദ്ദേ തസ്മിൻ തവ ഖലു ഗദായാം ദിദിഭുവോ ഗദാഘാതാത് ഭൂമൗ ജഡിതി പതിതായാം ഹഹഹോ മൃദുസ്മേരസ്യസ്ത്വം ധനുജകുല നിർമൂലനചണം മഹാചക്രം സ്മൃത്വാ കരഭുവി ദദാനോരുരുചിഷേ. ഗതോന്മർദ്ദേ തസ്മിൻ തവ ഖലു ഗദായാം ദിദിഭുവഃ ഗദ ആഘാതാത് ഭൂമൗ ഛടിതി പതിതായാം അഹഹോ മൃദുസ്മേരസ്യഃ ത്വം ധനുജകുല നിർമൂലനചണം മഹാചക്രം സ്മൃത്വാ കരഭുവി ദദാനോ രുരുചിഷേ. ഗതോന്മർദ്ദേ, അങ്ങനെ ആ അതിഗംഭീരമായിട്ട് ആ ഗദായുദ്ധം നടക്കുന്ന ആ അവസരത്തിൽ തവ ഖലു ഗദായാം, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ കയ്യിലുണ്ടായിരുന്ന ആ കൗമുദകി എന്ന ആ ഗദ ദിദിഭുവഃ ഗദ ആഘാതാത്, ആ ദിദിഭുവന്റെ ഗദ കൊണ്ടുള്ള ആഘാതത്താൽ ഭൂമൗ ജഡിതി പതിതായാം, ഭൂമിയിലേക്ക് പെട്ടെന്ന് വീണുപോയി. അഹഹോ, അയ്യോ, എന്തൊരു കഷ്ടമാണ് ഇത്. കണ്ടു നിൽക്കുന്നവരുടെ ആ ഒരു അമ്പരപ്പാണ് ഇവിടെ വിശദമാക്കുന്നത്. മൃദുസ്മേരസ്യഃ ത്വം, അല്ലയോ ഭഗവാനെ, അങ്ങ് മൃദുവായിട്ടൊന്ന് പുഞ്ചിരിച്ചു. ധനുജകുല നിർമൂലനചണം, ആ ധനുജകുലത്തെ മുഴുവൻ നിർമൂലനം ചെയ്യാൻ പ്രാപ്തമായിട്ടുള്ള ആ മഹാചക്രം സ്മൃത്വ, ആ സുദർശന ചക്രത്തെ സ്മരിച്ചു. അപ്പോൾ കരഭുവി ദദാനഹ രുരുചിഷേ, അല്ലയോ ഭഗവാനെ, അത് അപ്പോഴത്തേക്കും അങ്ങയുടെ കരതലത്തിലേക്ക് വന്ന് ചേർന്നപ്പോൾ അങ്ങയെ കാണാൻ അപ്പോൾ എന്തോ ഒരു തേജസ്സായിരുന്നു ഭഗവാനെ, ഉജ്ജ്വലനായിട്ട് ശോഭിച്ചു നിന്നു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ഗദായുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തില് ആ ഹിരണ്യാക്ഷന്റെ പ്രഹരമേറ്റ് ഭഗവാന്റെ കയ്യിലുണ്ടായിരുന്ന ഗദ ഭൂമിയിൽ പതിച്ചപ്പോൾ ഇതെന്താണ് സംഭവിച്ചത് എന്ന് ഉള്ള ആ ഒരു വെപ്രാളത്തോടെ ദേവന്മാരിങ്ങനെ അമ്പരന്ന് നിൽക്കവേ ഭഗവാൻ അവരെ നോക്കി ഒന്ന് മന്ദഹസിച്ചുകൊണ്ട് അസുരകുലത്തിന്റെ മുഴുവൻ നാശത്തിന് കാരണഹേതുവായിട്ടുള്ള തന്റെ ആ മഹാചക്രത്തെ സ്മരിച്ചു. ചക്രം ഭഗവാന്റെ കയ്യിൽ വന്നു ചേർന്നപ്പോൾ അതും ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ഭഗവാൻ അങ്ങനെ തേജസ്വിയായിട്ട് വിളങ്ങി എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ഗതോന്മർദ്ദേ തസ്മിൻ തവ ഖലു ഗദായാം ദിദിഭുവോ ഗദാഘാതാത് ഭൂമൗ ഝടിതി പതിതായാം ഹഹഹോ മൃദുസ്മേരസ്യുസ്ത്വം ധനുജകുല നിർമൂലനചണം മഹാചക്രം സ്മൃത്വാ കരഭുവി ദദാനോരുരുചിഷേ. ശ്ലോകം 6. തദശൂലം കാലപ്രതിമരുഷി ദൈത്യേ വിസൃജതി ത്വയി ചിന്തത്യേനത്കരകലിത ചക്രപ്രഹരണാത് സമാരുഷ്ടോ മുഷ്ട്യാ സഖലു വിദുദം ത്വാം സമതനോത് ഗളന്മായേ മായ ത്വയി കില ജഗന്മോഹനഗരീ. തതഃ ശൂലം കാലപ്രതിമരുഷി ദൈത്യേ വിസൃജതി ത്വയി ചിന്തതി ഏനത് കരകലിത ചക്രപ്രഹരണാത് സമാരുഷ്ടഃ മുഷ്ട്യാ സഹ ഖലു
വിദുദം ത്വാം സമതനോത് ഗളന്മായേ മായാ ത്വയി കില ജഗന്മോഹനകരി. തതഹ അനന്തരം ശൂലം വിസൃജതി. ഭഗവാന്റെ കയ്യിൽ ചക്രത്തെ കണ്ടപ്പോൾ ഹിരണ്യാക്ഷൻ തന്റെ കയ്യിൽ ആ ശൂലത്തെ ശക്തിവേലിനെ ആവാഹിച്ചെടുത്തു. അത് ഭഗവാന്റെ നേരെ പ്രയോഗിക്കാൻ തുടങ്ങി. കാലപ്രതിമ ഋഷിദൈത്യേ, ആ കാലാഗ്നിക്ക് തുല്യം കോപിഷ്ഠനായിട്ട് സംഹാര രുദ്രനെ പോലെ ആ ഹിരണ്യാക്ഷൻ തന്റെ തോൽവി ആ ഹിരണ്യാക്ഷനെ അപ്രകാരമാക്കി തീർത്തു. അതുകൊണ്ട് തന്നെ അങ്ങനെ രൗദ്രഭാവം പൂണ്ട് നിൽക്കുന്ന ആ ഹിരണ്യാക്ഷൻ ഭഗവാന്റെ നേർക്ക് ശൂലത്തെ പ്രയോഗിച്ചപ്പോൾ തൊയ്, അല്ലയോ ഭഗവാനെ, അങ്ങ് കരകലിത ചക്രപ്രഹരണാത്, തന്റെ കയ്യിലുണ്ടിരുന്ന മഹാസുദർശന ചക്രത്തിന്റെ പ്രഹരത്താൽ ആ ശൂലത്തെ ചിന്തതി എന്നത് അതിനെ ചീന്തിക്കളഞ്ഞു. സമാരുഷ്ടഹ മുഷ്ട്യ സഹ ഖലു വിദുദം ത്വാം സമതനോത്. അല്ലയോ ഭഗവാനെ, ഭഗവാന്റെ മാറിടം നോക്കി മുഷ്ടി ചുരുട്ടി ഇടിച്ചു. മാത്രമല്ല ഗളന്മായേ മായാ തൊയ് കില ജഗന്മോഹനകരി, ജഗത്തിന്റെ മായയ്ക്ക് പോലും അതീതനായിട്ടുള്ള അല്ലയോ ഭഗവാനെ, അങ്ങയോട് പലതരത്തിലുള്ള ആ രാക്ഷസീയമായിട്ടുള്ള മായാപ്രയോഗങ്ങളും നടത്തി ഹിരണ്യാക്ഷൻ എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. തതശൂലം കാലപ്രതിമരുഷി ദൈത്യേ വിസൃജതി ത്വയി ചിന്തത്യേനത്കരകലിത ചക്രപ്രഹരണാത് സമാരുഷ്ടോ മുഷ്ട്യാ സഖലു വിദുദം ത്വാം സമതനോത് ഗളന്മായേ മായാ ത്വയി കില ജഗന്മോഹനകരീ. ശ്ലോകം 7. ഭവചക്രജ്യോതിഷ്കണലവ നിപാതേന വിദുദേ തതോ മായാചക്രേ വിദദഘനരോഷാന്തമനസം ഗരിഷ്ടാഭിർമുഷ്ടിപ്രകൃതിഭിരഭിഘ്നന്തമസുരം സ്വപാദാങ്കുഷ്ടേന ശ്രവണപദമൂലേ നിരവധിം. ഭവചക്ര ജ്യോതിഷ്കണലവ നിപാതേന വിദുദേ തതഃ മായാചക്രേ വിദദഘനരോഷാന്തമനസം ഗരിഷ്ടാഭിഃ മുഷ്ടി പ്രകൃതിഭിഃ അഭിഘ്നന്തമസുരം സ്വപാദാങ്കുഷ്ടേന ശ്രവണപദമൂലേ നിരവധിം. തതഃ അനന്തരം മായാചക്രേ, ആ മായാചക്രങ്ങളെല്ലാം, അതായത് ആസുരികമായിട്ട് മായായുദ്ധമായിരുന്നു പിന്നെ നടത്തിയത്. അങ്ങനെ ഭവചക്ര ജ്യോതിഷ് കണലവ നിപാതേന, ഭഗവാന്റെ കയ്യിലുണ്ടായിരുന്ന ചക്രത്തിന്റെ, സുദർശന ചക്രത്തിന്റെ പുലിംഗങ്ങൾ തട്ടി അവയെല്ലാം നിഷ്പ്രഭമായപ്പോൾ വിദദ ഘന രോഷാന്തമനസം, അപ്പോൾ വീണ്ടും വളരെ കോപിഷ്ഠനായി ഹിരണ്യാക്ഷൻ ഗരിഷ്ടാഭിർമുഷ്ടി പ്രകൃതിഭിർ അഭിഘ്നന്തമസുരം, അല്ലയോ ഭഗവാനെ, അങ്ങേ വീണ്ടും വീണ്ടും മർദ്ദിക്കുവാൻ തുടങ്ങി, മുഷ്ടി ചുരുട്ടി ഇടിക്കുവാൻ. സ്വപാദാങ്കുഷ്ടേന, അല്ലയോ ഭഗവാനെ, അങ്ങനെ ഇടിക്കുന്ന അസുരനെ അങ്ങയുടെ പാദത്തിന്റെ അങ്കുഷ്ടം കൊണ്ട് ശ്രവണപദമൂലേ നിരവധിം, കർണമൂലത്തിൽ പ്രഹരിച്ചുകൊണ്ട് അവനെ നിഗ്രഹിച്ചു. പിന്നീട് ഹിരണ്യാക്ഷന്റെ ആ മായാസമൂഹങ്ങൾ കൊണ്ടുള്ള ആക്രമണത്തെ ഭഗവാൻ തന്റെ സുദർശന ചക്രത്തിൽ നിന്ന് സ്ഫുരിക്കുന്ന തേജസ് പുലിംഗങ്ങൾ കൊണ്ട് നിഷ്പ്രഭമാക്കിയപ്പോൾ അധികരിച്ച ആ കോപത്താൽ ഭഗവാന്റെ മാറിടത്തിലേക്ക് വീണ്ടും വീണ്ടും പ്രഹരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഹിരണ്യാക്ഷനെ ഭഗവാൻ തന്റെ പാദത്തിന്റെ അങ്കുഷ്ടം കൊണ്ട്, പെരുവിരൽ കൊണ്ട് കർണമൂലത്തിൽ അടിച്ച് നിഗ്രഹിച്ചു. അങ്ങനെ ഹിരണ്യാക്ഷന്റെ വധം ഇവിടെ കഴിഞ്ഞു. ഭവചക്രജ്യോതിഷ്കണലവ നിപാതേന വിദുദേ തതോ മായാചക്രേ വിദദഘനരോഷാന്തമനസം ഗരിഷ്ടാഭിർമുഷ്ടി പ്രകൃതിഭിരഭിഘ്നന്തമസുരം സ്വപാദാങ്കുഷ്ടേന ശ്രവണപദമൂലേ നിരവധിം. ശ്ലോകം 8. മഹാകായ സോയം തവ ചരണപാദപ്രമഥിതോ ഗളദ്രക്തോ വക്ത്രാദപദൃഷിഭിः ശ്ലാഘിതഗതി തദാ ത്വാമുദ്ധാമ പ്രമദപരവിദ്യോതിഹൃദയ
മുനീന്ദ്ര സാന്ദ്രാവിസ്തുതിഭിരനുവന്നദ്വരതനും. മഹാകായഃ സഹ അയം തവ ചരണപാദപ്രമഥിതഃ ഗളദ് രക്തഃ വക്ത്രാദ് അപതദ് ഋഷിഭിഃ ശ്ലാഘിതഹതി തഥാ ത്വാം ഉദ്ധാമ പ്രമദപര വിദ്യോതി ഹൃദയ മുനീന്ദ്ര സാന്ദ്രാഭിഃ സ്തുതിഭിഃ അനുവൻ അദ്വരതനും. മഹാകായഃ സഹ അയം, ഇത്രയും വലിയ ശരീരത്തിന്റെ ഉടമയായിട്ടുള്ള ആ ഹിരണ്യാക്ഷൻ തവ ചരണപാദപ്രമഥിതുഃ, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ചവിട്ടേറ്റ് അങ്ങനെ മറിഞ്ഞു വീണപ്പോൾ വക്ത്രാത് ഗളത് രക്തഃ, കുടുകുടെ ഒഴുകിയപ്പോൾ അപതത് നിലം പതിച്ചു. അങ്ങനെ നിലം പതിച്ചപ്പോൾ ഋഷിഭിഹി ശ്ലാഘിതഹതിഹി, അവിടെ ഉണ്ടായിരുന്ന ഋഷീശ്വരന്മാരെല്ലാം ഭഗവാനെ പ്രകീർത്തിച്ച് സ്തോത്രങ്ങൾ ചൊല്ലുവാൻ തുടങ്ങി എന്ന് പറയുകയാണ്. തഥാ ത്വാം ഉദ്ധാമ പ്രമദപര വിദ്യോതി ഹൃദയ, അതായത് ഹിരണ്യാക്ഷൻ അങ്ങനെ അപ്രകാരം മരണപ്പെട്ടപ്പോൾ ഭഗവാന്റെ ആ മുഖം ദർശിച്ചുകൊണ്ട് കാലപുരി പ്രാപിക്കാനുള്ള അവസരം ലഭിച്ച ഹിരണ്യാക്ഷന്റെ മഹാഭാഗ്യത്തെയും അതുപോലെ തന്നെ യജ്ഞവരാഹമൂർത്തിയുടെ മഹാത്മ്യത്തെയുമൊക്കെ അത്യധികമായിട്ട് വർദ്ധിച്ചു വന്ന ആ സന്തോഷത്തോടുകൂടി ഋഷീശ്വരന്മാർ വാഴ്ത്തി സ്തുതിച്ചു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. മഹാകായ സോയം തവ ചരണപാദ പ്രമഥിതോ ഗളദ്രക്തോ വക്ത്രാദപദൃഷിഭി ശ്ലാഘിതഗതി തഥാ ത്വാമുദ്ധാമ പ്രമദപര വിദ്യോതി ഹൃദയ മുനീന്ദ്ര സാന്ദ്രാഭിസ്തുതിഭിരനുവന്നദ്വരതനും. ശ്ലോകം 9. ത്വജിച്ഛന്തോരോമസ്വപി കുശഗണചക്ഷുഷീകൃതം ചതുർഹോദാരോഘ്രൗ സൃഗപിവദനേ ചോദരയിട ഗ്രഹാജിഹ്വായാം തേ പരപുരുഷ കർണേ ചമസ വിഭോ സോമോ വീര്യം വരദഗളദേശേ അപ്യുപസദ. ത്വജി ചന്തഃ രോമസ്വ അപി കുശഗണഃ ചക്ഷുഷി കൃതം ചതുർഹോദാരഃ അംഘ്രൗ സൃഗ് അപി വദനേ ച ഉദര ഇട ഗ്രഹ ജിഹ്വായാം തേ പരപുരുഷ കർണേ ച ചമസ വിഭോ സോമഃ വീര്യം വരദ ഗളദേശേ അപി ഉപസദ. ഗളദേശേ അപ്യുപസദ എന്ന് നമ്മൾ ചൊല്ലും. കഴിഞ്ഞ ശ്ലോകത്തിൽ ഋഷീശ്വരന്മാർ ഭഗവാനെ ആ വരാഹമൂർത്തിയെ യജ്ഞവരാഹമൂർത്തിയായിട്ട് കണ്ട് വാഴ്ത്തി സ്തുതിച്ചു എന്ന് നമ്മൾ കേട്ടു. 5-ാമത്തെ ദശകത്തിൽ നമ്മൾ എപ്രകാരമാണോ ഭഗവാനെ വിരാട് സ്വരൂപമായിട്ട് കണ്ട് ആ പുരുഷ സൂക്തം ചൊല്ലിയത്, അപ്രകാരം തന്നെ ഈ ശ്ലോകം കൊണ്ട് വരാഹമൂർത്തിയെ യജ്ഞത്തിനുള്ള സാധന സാമഗ്രികളുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് സ്തുതിക്കുകയാണ്. പരപുരുഷ, അല്ലയോ ഭഗവാനെ പരമ്പൊരുളെ, ത്വജി ചന്തഹ, അങ്ങയുടെ ത്വക്ക് ഛന്തസ്സാകുന്നു, ഗായത്രി പോലെയുള്ള തുടങ്ങിയ ആ ഛന്തസ്സുകളാകുന്നു. രോമസ്വ അപി കുശഗണഹ, അങ്ങയുടെ രോമങ്ങൾ കുശഗണങ്ങളാകുന്നു, അതായത് ദർഭപ്പുല്ലുകളാകുന്നു. അതുപോലെ തന്നെ ചക്ഷുഷി കൃതം, അങ്ങയുടെ കണ്ണുകൾ അത് കൃതമാണ്. കൃതം എന്ന് പറയുന്നത് യജ്ഞത്തിന് ഉപയോഗിക്കുന്ന ആ നെയ്യ് ഒഴിച്ചു വെക്കുന്ന കുടങ്ങളെയാണ് കൃതം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അംഘ്രൗ ചതുർഹോദാരഹ, അംഘ്രൗ എന്ന് പറഞ്ഞ വരാഹമൂർത്തിയാണ്. വരാഹമൂർത്തിക്ക് 4 കാലുകളാണുള്ളത്. ആ കുറുകിയ കാലുകളെയാണ് അംഘ്രൗ എന്ന് പറയുന്നത്. അത് ചതുർഹോദാക്കളും. അതുപോലെ തന്നെ സൃഗ് അപി വദനേ, അല്ലയോ ഭഗവാനെ അങ്ങയുടെ വദനം സൃഗാകുന്നു. സൃഗ് എന്ന് പറയുന്ന യജ്ഞത്തിന് ഉപയോഗിക്കുന്ന ഒരു സാമഗ്രി തന്നെയാണ്. അതൊരു തവിയാണ്. അതായത് നീണ്ടത്തിലുള്ള ഒരു ലോഹദണ്ഡും അതിന്റെ അറ്റത്തായിട്ട് കുഴിയായിട്ടുള്ള അത് നെയ്യ് നമ്മള് യജ്ഞകുണ്ടത്തിലേക്ക് കോരി ഒഴിക്കുന്ന ആ ഒരു തവിക്കാണ് സൃഗ് എന്ന് പറയുന്നത്. അങ്ങനെ അത് ആകുന്നു ഭഗവാന്റെ വദനം എന്ന് പറയുകയാണ്. ച ഉദര ഇട, അങ്ങയുടെ ഉദരം ഇട ആണ്. യജ്ഞത്തിന് ഉപയോഗിക്കുന്ന ഒരു പാത്രമാണ് പുരോടാശം എന്ന് നമ്മൾ പറയും. ആ പുരോടാശമാണ് ഇട എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗ്രഹാഹ ജിഹ്വായാം, അങ്ങയുടെ ജിഹ്വ നാവ്
സോമ സംഗ്രഹണത്തിന് ഉപയോഗിക്കുന്ന ആ പാത്രമാണ് എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ യജ്ഞത്തിന്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നവർക്ക് മാത്രമേ അതൊക്കെ ശരിക്കും മനസ്സിലാകത്തുള്ളൂ. ഇത് ഏതൊക്കെ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് എന്ന് ശരിക്കും മനസ്സിലാകത്തുള്ളൂ. യജ്ഞത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇപ്പൊ ഈ ഒരു ശ്ലോകം വായിച്ചത് കൊണ്ട് നമുക്ക് അതൊക്കെ അന്നേരം പെട്ടെന്ന് മനസ്സിലാകും. ഇതാണ് പുരോടാശം, ഇതാണ് ശൃഗ് എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ പറയുകയാണ്, കർണേജ ചമസ, അല്ലയോ ഭഗവാനെ അങ്ങയുടെ കർണങ്ങൾ ആണ് ചമസ്. ചമസ് എന്ന് പറയുന്നത് അതും ആ യജ്ഞത്തിന്റെ ഈ ഭക്ഷ്യവസ്തുക്കളൊക്കെ വെക്കുന്ന ഒരു പാത്രങ്ങളാണ്. അതുപോലെ തന്നെ രേതസ്, വീര്യം, വീര്യം സോമഹ, അല്ലയോ ഭഗവാനെ അങ്ങയുടെ രേതസ്സാകുന്നു സോമരസം. അതുപോലെ തന്നെ ഗളദേശേ അപി ഉപസതഃ, ഗളപ്രദേശം അങ്ങയുടെ ആ കഴുത്ത് അത് ഉപസത്തുക്കളും ആകുന്നു. ഭഗവാന്റെ ഓരോ അവയവങ്ങളുമായിട്ട് ഈ യജ്ഞത്തിനുള്ള പദാർത്ഥങ്ങളെ താരതമ്യം ചെയ്തുകൊണ്ട് വർണ്ണിച്ചതാണ് ഈ ശ്ലോകം. ത്വജിച്ചന്തോരോമസ്വവികുശഗണചക്ഷുഷീകൃതം ചതുർഹോദാരോഘ്രൗ സൃഗവിവദനെ ചോദരയിട ഗ്രഹാജിഹ്വായാം തേ പരപുരുഷ കർണേ ചമസ വിഭോ സോമോ വീര്യം വരദ കളദേശേ അപ്യുപസദാ. ശ്ലോകം 10. മുനീന്ദ്രൈരിത്യാദിസ്തവനമുഖരൈർമോദിതമന മഹീയസ്യാമൂർത്യാ വിമലതരകീർത്യാ ച വിലസൻ സുദിഷ്ട്യം സംപ്രാപ്ത സുഖരസവികാരി മധുരിപോ നിരുന്ധ്യാരോഗം മേ സകലം അഭിവാദാലയപദേ. മുനീന്ദ്രൈഹി ഇത്യാദി സ്തവന മുഖരൈഹി മോദിതമന മഹീയസ്യ മൂർത്തിയാ വിമലതര കീർത്തിയാ ച വിലസൻ സുദിഷ്ട്യം സംപ്രാപ്തഃ സുഖരസവിഹാരി മധുരിപോ നിരുന്ധ്യാരോഗം മേ സകലം അപി വാതാലയപദേ. മുനീന്ദ്രൈഹി ഇത്യാദി സ്തവനമുഖരൈഹി മോദിതമന, മുനീശ്വരന്മാരെല്ലാം ഇപ്രകാരം അങ്ങനെ സ്തുതിച്ച് വാഴ്ത്തിക്കൊണ്ടിരുന്നപ്പോൾ ഭഗവാൻ സന്തുഷ്ടനായിട്ട് മഹീയസ്യാമൂർത്തിയ, അത്യുന്നതനായിട്ടുള്ള മൂർത്തി സ്വരൂപത്തെ, അതേ മാത്രമല്ല വിമലതര കീർത്തിയ, ഇത്രയും പരിശുദ്ധമായിട്ടുള്ള കീർത്തിയാൽ ശോഭിക്കുന്നവരുമായിട്ടുള്ള പല്ലയോ ഭഗവാനെ അങ്ങ് സ്വദിഷ്ണ്യം സംപ്രാപ്തം സുഖരസവിഹാരി മധുരിപോ, സ്വന്തം പദത്തെ സ്വീകരിച്ചു. അങ്ങനെയുള്ള അല്ലയോ ദേവ മധുരിപോ നിരുന്ധ്യാരോഗം മേ സകലം അഭിവാദാലയപതി, എൻ്റെ ഈ രോഗങ്ങളെ എല്ലാം തന്നെ ഒന്നൊഴിയാതെ നിവാരണം ചെയ്തു തരണമേ വാദാലയപതി ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മേൽപ്പത്തൂർ ഈ ദശകം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മുനീന്ദ്രൈരിത്യാദിസ്തവനമുഖരൈർമോദിതമന മഹീയസ്യാമൂർത്യാ വിമലതര കീർത്യാ ച വിലസൻ സ്വദിഷ്ണ്യം സംപ്രാപ്ത സുഖരസവിഹാരി മധുരിപോ നിരുന്ധ്യാരോഗം മേ സകലമപി വാദാലയപദേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.